ശ്രീലങ്കയുടെ മണ്ണിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലങ്കൻ പ്രസിഡന്റ് അനുര ദിസനായകയും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം. പ്രതിരോധം, വികസനം, നിക്ഷേപം, ഊർജ്ജം, കണക്ടിവിറ്റി മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര മിഷന്റെ ഭാഗമാവില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് ഉറപ്പു നൽകി. കിട്ടാക്കടത്തിന്റെ പേരിൽ ചൈന ഏറ്റെടുത്ത ഹമ്പത്തോട്ട തുറമുഖത്ത് ചൈനയുടെ ചാരക്കപ്പലുകൾക്ക് നങ്കൂരമിടാൻ അനുമതി നൽകിയതിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു. ലങ്കയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് പുതിയ ഉറപ്പ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ കോട്ടം തട്ടാതെ തുടരും. 2022 സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യ നൽകിയ സഹായത്തിനും പിന്തുണയ്ക്കും ശ്രീലങ്കൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു. ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകിയ $5 ബില്യൺ സഹായത്തിന് പുറമെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിനും സഹായം ഉറപ്പാക്കും. പെട്രോളിയം പൈപ്പ് ലൈൻ, റെയിൽ, തുറമുഖ പദ്ധതികളുടെ പുനരുദ്ധാരണം എന്നിവയ്ക്കും സഹായം നൽകും. കിഴക്കൻ പ്രവിശ്യകളിൽ നിന്നുള്ള 200 വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ സ്കോളർഷിപ്പ്, 1500 സിവിൽ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകാനും തീരുമാനമായി. അനുര ദിസനായകയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദിസനായകെ ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.